ഹലോ ഗൈസ്, രാത്രി ഒരു ഇത് മര്യാദ കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യനെ ഞാൻ ഇന്നാണ് ഈ ഹംകോലത്തെ ഉറക്കത്തിന് വിളിച്ചേപ്പിച്ച് ഓന്റെ വിശപ്പ് തീർക്കാൻ വേണ്ടി കൊണ്ടുപോകണം. കുറെ വട്ടം ഞാൻ പറഞ്ഞു വരുന്നില്ല പക്ഷെ ഈ ഹംകോലത്തെ സമ്മതിക്കണ്ടേ. അങ്ങനെ പകുതി ഉറക്കില്ല നമ്മൾ വന്ന ഭൂരി എന്താ വേണ്ടിട്ട് എന്റെ മക്കളെ നിങ്ങളോട് പറയാൻ വേണ്ടിട്ട് എന്താ പറ്റുന്ന കാര്യം എനിക്കറിയില്ല. ആടെ തിരി തട്ടടക്കാട് കണ്ടപ്പോ എന്റെ ഉറക്കൊക്കെ മസനോടി പോയി ഊട്ടിക്കാട് പോയിക്കണം. പോയത് ഉറക്കാണെന്നുണ്ടെങ്കിൽ വന്നത് വിശപ്പനി ഇതൊക്കെ കണ്ടപ്പോ അപ്പൊ തന്നെ പോയിട്ട് 2-3 പൂരാണ്ട് പറഞ്ഞാൽ അങ്ങനെ തന്നെ ആയിട്ട് തട്ടിയും ചെയ്തു. ഫുഡ് വെച്ചുകൊടുക്കുമ്പോൾ ബാങ്ക് കൊടുത്തു. അപ്പൊ നേരെ ഞങ്ങൾ പള്ളിക്കാട് പോയി. അവിടെ പിന്നെ സുബൈ നിസ്കരിച്ച് നേരെ റൂമിക്കാട് പോയി. ആ പോക്കിൽ ഞാൻ വല്ലാണ്ട് ഉറങ്ങിപ്പോയി. പിന്നെ ഉച്ചക്ക് എണീച്ചിട്ടാണ് കോളേജിൽ പോണത്. വേറൊന്നല്ല, അലാം അടിച്ച് കേട്ടില്ല, അതിന് ഉറങ്ങിപ്പോകാൻ കാരണം. ബാക്കിയുള്ള പീരീഡൊക്കെ കോളേജിൽ പോയി ക്ലാസ്സിലാണ്ട് ഇരുന്ന് പോകാൻ നേരത്താണ് ചെക്കന്മാരെ കണ്ടപ്പോൾ ഒരു മെസ്സിനെ വീഡിയോ കോൾ ചെയ്യാം. നീ വരുന്ന ചെല്ലിട്ട് സ്റ്റേഡിയം പൊളിച്ചിട്ടായിട്ട് പറഞ്ഞോ സമ്മം മെസ്സി കേരളത്തേക്ക് വരാത്തതിന്റെ പ്രതിഷേധമാണ് ഒരാൾ പറഞ്ഞു തീർക്കുന്ന മെസ്സിനോട്. പിന്നെ മെസ്സി ഇതെല്ലാം കേൾക്കുന്നോണ്ട് കുഴപ്പമില്ല. കോളേജും കഴിഞ്ഞ റൂമിൽ പോയി കിടന്നുറങ്ങി ഞങ്ങൾക്ക് വിശപ്പ് അൺസൈക്കബിൾ ആയി. വിശന്നിട്ട് അവിടെ കണ്ണാണില്ല. അപ്പാണ് അവന്റെ വിളക്കുമ്പോഴത്തെ ഒരു വീഡിയോ. അങ്ങനെ ഞാൻ ചെയ്യൂടി മന്തി കഴിക്കാൻ പോവാ. എന്തൊക്കെ വെറൈറ്റി ആയിട്ടുള്ള സാധനം തിന്നാ പറഞ്ഞാലും അവസാനം ബൂമറാങ്ക് എറിഞ്ഞാൽ കറങ്ങി തിരിഞ്ഞ് മന്തിമക്കന്നെ വരുള്ളൂ. അങ്ങനെ ഉണ്ടാവും. അങ്ങനെ വേഗം പോയിട്ട് മന്തി ആയിട്ട് തിന്നു. മന്തിയൊക്കെ തിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് എന്തെങ്കിലും മധുരം കഴിക്കാൻ വേണ്ടി പോയി. അപ്പൊ നമ്മൾ നേരെ വന്ന് നമ്മൾ അട്ടവാറ് പുതിയതായിട്ട് തുടങ്ങിയ ഫീലപ്പാലാണ്. അവിടുന്ന് ഒരു ലേസി കാറ്റായിട്ട് പറഞ്ഞ ആട് തിന്ന് കട്ടായിട്ട് റൂമിൽ കണ്ട് പോവാണ് ഞങ്ങൾ. റൂമിലെത്തി ആടിരിക്കുമ്പോൾ നീ അതെന്നിട്ട് പറയും ഓ ഫുഡ് കഴിച്ചില്ല, ഫുഡ് കഴിക്കാൻ പോവാ. പ്രത്യേകിച്ച് പണിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഓന്റെ പ്രാണ്ട് പോയി. വാപ്പായിട്ട് ചോപ്സ് എന്ന് പറഞ്ഞ വന്നാണ്. ഓർക്ക് നല്ല ഭാഗ്യം കൊണ്ട് തന്നെ ചോപ്സ് ആണ് തീർന്നത്. ഇനി അതിനെ വണ്ടിയിൽ വരുന്നത് പോകുമ്പോൾ എനിക്കൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്. പണ്ട് സ്കൂൾ അസംബ്ലിക്ക് കടീന് വരെ കയറുന്ന നമ്മളെ കാണാട്ടെ. ചെക്കനെ നമ്മൾ കണ്ണൂർ കിച്ചണിൽ കൊണ്ടേ ഫുഡ് ആണ് വാങ്ങിക്കൊടുക്കും. എന്നിട്ട് നമ്മൾ കോളേജിന്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ ആണ് ഇറങ്ങാന്നുള്ള ഒരു മൂടാണ്ട് വരുന്നത്. എനിക്ക് കോളേജിന്റെ മുന്നിൽ നൊമാൻസ് ഇരിക്കുന്നത് ഞങ്ങളെ വണ്ടി. അങ്ങനെ കുറച്ചൊരാളെ കഥയും പറഞ്ഞ് നമ്മൾ വല്ല റൂമിക്കാട്ട് പോവാണ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നല്ലൊരു വ്ളോഗായിട്ട് നാളെ. അപ്പോൾ ബൈ ഫ്രം മൈ ഫ്രം ആൻഡ് ഫോളോ ചെയ്യാൻ മറക്കണ്ട.